അനിക്ക് ജലജയുടെ മകൾ അവന്തികയെ കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ നന്ദുവിനും നവീനെ കല്യാണം കഴിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അതെ, അവരുടെ ജീവിതത്തിൽ വീണ്ടും നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുകയാണ്. ഒട്ടും സഹിക്കാൻ കഴിയാതെ നവീൻ തന്നെ നേരിട്ട് നന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കുന്നു. അങ്ങനെ അവരുടെ അച്ഛനും അമ്മയും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുകയാണ്. നവീന് സന്തോഷമാകുന്നു. നന്ദുവിനെ കൊണ്ട് നിർബന്ധിച്ച് ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തുകയാണ്. താങ്കൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ ജലജയുടെ മകൾ അവന്തിക അനിയോട് പ്രണയം തോന്നുകയും അനിയുടെ സ്വത്തിൽ കണ്ണുവെച്ചുകൊണ്ട് അനിയെ വിവാഹം കഴിക്കണമെന്ന് മൂർത്തി മുത്തശ്ശനോടും അതുപോലെ തന്നെ അനിയുടെ അമ്മയോടും പറയുന്നു. അതോടുകൂടി അവർക്ക് സമ്മതമാവുകയാണ്. അവൾ നല്ലവളാണെന്ന് കരുതി കുടുംബത്തിലുള്ള ഒരാളെ കൊണ്ട് തന്നെ അനിയെ കെട്ടിക്കണമെന്നുള്ള നിർബന്ധത്തിന് എല്ലാവരും അനിയെ നിർബന്ധിക്കുമ്പോൾ അനിക്ക് വഴങ്ങേണ്ടി വരികയാണ്. അങ്ങനെ പരസ്പരം പ്രണയിച്ച അനിക്കും നന്ദുവിനും വീണ്ടും വേർപിരിയേണ്ടി വരുന്നു. അവർ വേറൊരു ജീവിതം